സന്ദീപ് വാര്യരെ പാർട്ടിയിലെടുത്തത് ഹൈക്കമാൻഡ് അനുമതിയോടെയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ 24-നോട്. പാർട്ടിയിലുള്ള ചെറിയ പ്രശ്നങ്ങളെ കോൺഗ്രസ് ജനാധിപത്യത്തിലെ സൗന്ദര്യമായി കാണുന്നുവെന്നും KC വേണുഗോപാൽ പറഞ്ഞു. KC വേണുഗോപാലുമായി ഞങ്ങളുടെ പ്രതിനിധി R ശ്രീജിത്ത് നടത്തിയ അഭിമുഖത്തിലേക്കാണ് 24 എക്സ്ക്ലൂസീവ്. AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനൊപ്പമാണ് നമ്മളിപ്പോൾ. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം അദ്ദേഹം രണ്ടാം ഘട്ടത്തിൽ പാലക്കാട് എത്തിയിരിക്കുന്നു. പാലക്കാട്ടെ അനുഭവം താങ്കൾക്ക് ഇത് രണ്ടാം തവണയാണ്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു പൊതുവിൽ? നല്ല അന്തരീക്ഷമാണ്. നല്ല ഭൂരിപക്ഷത്തിന് UDF ജയിക്കും. രാഹുൽ MLA ആവും. പാലക്കാട്ടിലെ ജനങ്ങൾ അത് ഉറപ്പിച്ച മട്ടാണ്. സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നതിനെ പറ്റി CPM വലിയ വിമർശനം ഉന്നയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗാന്ധിവധത്തെ പോലും വളരെ അപഹസിക്കുന്ന തരത്തിൽ സംസാരിച്ച ഒരാളെ എങ്ങനെ ഗാന്ധിയുടെ പൈതൃകം പേർന്ന പാർട്ടിക്ക് ഉൾക്കൊള്ളാനാകും എന്നതാണ്. അതിപ്പം കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കുമല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്. സന്ദീപ് വാര്യരല്ല ഏത് നേതാവും അവരുടെ നിലവിലുള്ള പ്രത്യയശാസ്ത്രം മാറ്റിവെച്ച് കഴിഞ്ഞ കാല തെറ്റുകൾ മനസ്സിലാക്കി കോൺഗ്രസിൻ്റെ ആശയങ്ങളോടും അതുമായി ബന്ധപ്പെട്ട പരിപാടികളോടും യോജിച്ച് വരാൻ തയ്യാറായാൽ അവർ സ്വീകരിക്കും. BJPയിൽ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം ഇവിടുത്തെ നിലപാടുകൾ തെറ്റാണെന്ന് പറഞ്ഞ് അദ്ദേഹം വന്നതാണ്. അങ്ങനെ വരുന്ന ഒരാൾക്ക് നോ എന്ന് പറയുന്ന അവസരം ഞങ്ങളുടെ ഉദ്ദേശം ഈ BJPയുടെ വർഗീയത ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ ദുർബലപ്പെടുത്താൻ ആരൊക്കെ സഹായകരമായി വന്നാലും അവരെ സ്വീകരിക്കുക, നമ്മുടെ ആശയങ്ങളുമായിട്ട് യോജിക്കാൻ തയ്യാറായാൽ. ഇത് AICC അനുമതിയോടെ, അങ്ങനെ താങ്കൾ അടക്കം അറിഞ്ഞുകൊണ്ടുള്ള ഒരു അനുമതിയോടെയാണ് എനിക്ക്? അല്ല, അങ്ങനെയല്ല. അതിനകത്ത് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള നമ്മുടെ പാർട്ടിയിലത്തെ ദേശീയ നേതാക്കന്മാരെല്ലാം കൂടി എടുത്തൊരു തീരുമാനത്തിൽ അവർക്കിത് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു. K. മുരളീധരനെ പോലുള്ള ആളുകൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കുന്നു. അദ്ദേഹം ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാനെന്ന ഭാവങ്ങളെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ ഇവിടെയും കുത്തും കോളും വെച്ചുള്ള പ്രസ്താവനകളൊക്കെ കോൺഗ്രസിനകത്തുനിന്നും വരുന്ന ഒരു ഒറ്റസ്വരമല്ല ഇക്കാര്യത്തിൽ വരുന്നത്. കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒറ്റ സ്വരത്തിനാണ്. എല്ലാവരും പരമാവധി കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അപ്പോൾ അവിടെയിടെയൊക്കെ ചെറിയ അപസ്വരങ്ങളൊക്കെ എവിടെയൊക്കെ വന്നു വരും. ഞങ്ങൾ വരുന്നവരെ മുഴുവൻ 52 വെട്ടുവെട്ടി കൊല്ലാനൊന്നും കിട്ടുന്ന പാർട്ടിയല്ല ഞങ്ങൾ, എല്ലാവർക്കും അറിയാം. അങ്ങനെ അത് ഞങ്ങളുടെ സൗന്ദര്യമാണ്, ചെറിയ അഭിപ്രായ വ്യത്യാസം. പക്ഷേ പൊതുവായിട്ട് എല്ലാവരും കൂടെ യോജിച്ചെടുത്ത തീരുമാനമായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുക. K. മുരളീധരനും അത് ബാധകമാണെന്നാണോ? അല്ല, കോൺഗ്രസ് എടുത്ത തീരുമാനത്തിന് അദ്ദേഹത്തിന് ബാധകമാണല്ലോ. പാർട്ടി മൊത്തത്തിൽ ദേശീയ എടുക്കുന്ന തീരുമാനത്തിന് എല്ലാവർക്കും ബാധകമാണ്. എനിക്കും ബാധകമാണ്, അദ്ദേഹത്തിനും ബാധകമാണ്, പിന്നെ പ്രതിപക്ഷ നേതാവിനും ബാധകമാണ്, KPC പ്രസിഡന്റിനും ബാധകമാണ്, വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർക്കും. അപ്പോൾ SDP പോലുള്ളൊരു തീവ്ര നിലപാടുപെടുത്തുന്ന ഒരു BJP പോലെ തന്നെ കണ്ണിന് കണ്ണെന്നൊരു സമീപനപ്പെടുത്തുന്ന ഒരു സംഘടനയെ അത്തരത്തിൽ പിന്തുണ ശരിയാണ്? അങ്ങനെ ഒരു സംഘടനയുടെ പിന്തുണ സ്വീകരിക്കുന്നതായിട്ട് എനിക്കറിയില്ല. ഇതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ. ഇപ്പം BJP പ്രവർത്തകരായാലും ഏത് പാർട്ടിയിൽപ്പെട്ട അല്ലെങ്കിൽ ഏത് സംഘടനയിൽപ്പെട്ട പ്രവർത്തകരായാലും ഞങ്ങളുടെ ആശയങ്ങളാണ് ശരി എന്ന് തോന്നി, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് ശരിയെന്ന് തോന്നുന്നു വോട്ട് ചെയ്താൽ അത് വോട്ട് വേണ്ടാന്ന് പറയേണ്ട ഉത്തരവാദിത്വം ജനാധിപത്യത്തിൽ അതില്ല. ഇത് വെച്ച് ആ സംഘടനയുടെ പിന്തുണ തേടിയതല്ല അതിന്റെ അർത്ഥം. ഷാഫി പറമ്പിൽ, VD സതീശൻ, അങ്ങനെയുള്ള അത്തരം ചില നേതാക്കന്മാർ യോജിച്ച് അവർ ചില തീരുമാനങ്ങൾ മാത്രം എടുക്കുന്നു, ബാക്കി സീനിയറായ ലീഡർമാരെ പിന്നെ അവഗണിക്കുന്നു. അതൊക്കെ അവരെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആരൊക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഷാഫി ഇവിടെ പ്രചരണ രംഗത്ത് കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്ന ഒരാളാണ്, പ്രതിപക്ഷ നേതാവാണ് മറ്റേ ആള്. അപ്പൊ കോൺഗ്രസിന്റെ മുന്നിൽ നിൽക്കുന്നവരെ അധിക്ഷേപിക്കുക എന്നുള്ളത് ഒരു സ്ഥിരം ശൈലിയാണ് LDFനെ സംബന്ധിച്ചിടത്തോളം. BJPയും അത് തന്നെയാണ് ചെയ്യുന്നത്. അതിൽ കവിഞ്ഞ് അതിനകത്തൊന്നും ഒരു പ്രാധാന്യമില്ല. കോൺഗ്രസിനെതിരെ വലിയൊരു ആക്രമണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത്. അതായത് പാണക്കാട് സാദിഖ് അലി തങ്ങളെ അടക്കം വിമർശിച്ചുകൊണ്ടുള്ളൊരു പ്രസംഗമാണ് മുഖ്യമന്ത്രി പൊതുയോഗങ്ങളിലൊക്കെ നടത്തുന്നത്. അതിൽ കോൺഗ്രസ് പിന്നെ നേരത്തെ തന്നെ പറയുന്ന പോലെ ഒരു കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയമാണോ മുഖ്യമന്ത്രി ഇപ്പോൾ? അല്ല, അന്ന് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗം ഇപ്പോൾ ഇത് അവസാനത്തെ പ്രചരണത്തിന്റെ അവസാന ലാപ്പാണിത്. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെ എടുത്തു നോക്കിയാൽ CPMന്റെ കുന്തമുൻ ആർക്കെതിരായിട്ടാണ്? ഏതെങ്കിലും എന്തിന് കൊടകര സംഭവം പോലും അവർ ലൈറ്റാക്കി കളഞ്ഞില്ലേ പാലക്കാട് ഇലക്ഷനിൽ? അവരുണ്ടാക്കിയ വിവാദങ്ങളെല്ലാം കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള വിവാദങ്ങളായിരുന്നു. അപ്പോൾ അവർക്ക് ഒറ്റ അജണ്ട ഉണ്ടായിരുന്നുള്ളൂ, ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ കുഴിച്ചു മൂടുന്നില്ല അജണ്ട. BJP വിരുദ്ധ രാഷ്ട്രീയം എവിടെയെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞതായിട്ട് അല്ലെങ്കിൽ CPM പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യം അതാണ്. ഈ BJPയുമായിട്ടൊരു ഡീലുണ്ടെന്ന് നേരത്തെ പോലെ കേരളത്തിലെ നേതാക്കൾ ആരോപിക്കും. അപ്പോൾ അത് ശരിവെക്കുന്ന ഒരു പ്രതികരണമാണോ മുഖ്യമന്ത്രി നടത്തുന്നത്? ഞാനിത് വെറുതെ ഒരു ആരോപണത്തിന് വേണ്ടി പറയല്ല. നമ്മൾ ശബരിമല വിഷയം മുതൽ ഇങ്ങോട്ട് എടുത്ത് നോക്കിയാലേ BJPക്ക് കേരളത്തിൽ വളരാനുള്ള എല്ലാവിധ ആയുധങ്ങളും കൊടുക്കുന്നവരാണ്. ഇപ്പം മുനമ്പം വിഷയത്തിൽ തന്നെ സത്യത്തിൽ തങ്ങളെ അഭിനന്ദിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത് മുഖ്യമന്ത്രി പാണക്കാട് തങ്ങളെ. കാരണം ഇത്രയേറെ ഇനീഷ്യേറ്റീവ് എടുത്തില്ലേ അദ്ദേഹം.
മുനമ്പം വിഷയം കഴിഞ്ഞ ഒരു 2-3-4-5 ആഴ്ചക്കാലം നമ്മൾ സമൂഹ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നവർക്കറിയാം. ആ വിഷയത്തെ ഒരു ചേരിതിരിവിന്റെ വിഷയമാക്കി മാറ്റി വളരെ മോശമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കിടഞ്ഞ് പരിശ്രമമാണ് കൊട്ടേഷൻ വാങ്ങിച്ച് കുറേ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഹീനമായിട്ടുള്ള പ്രചരണങ്ങൾ, കേട്ടുകേൾവി പോലില്ലാത്ത നുണപ്രചരണങ്ങൾ അതിന്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവിടുത്തെ നിരപരാധികളായ ആളുകൾക്ക് വേണ്ടി നമ്മുടെ മതമേലധ്യക്ഷന്മാർ പറയുന്നതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും. അവരൊക്കെ പറയുന്നത് ഉത്കണ്ഠ ഉണ്ടാക്കിയ സാഹചര്യത്തിൽ ആ ഉത്കണ്ഠ പ്രകടിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനതിനെ ബഹുമാനിക്കുകയാണ് അവരൊക്കെ പറഞ്ഞതിനെ. പക്ഷേ അതിൻ്റെ മറവിൽ ഈ രാജ്യത്ത് സ്വാഭാവികമായിട്ടും വലിയ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏതിൻ്റെ മറവിൽ? മുനമ്പത്തിൻ്റെ മറവിൽ. അതിനെ സത്യത്തിൽ ആ തീയെ വെള്ളം കൊടുത്ത് കെടുത്തിയതാരാ? പാണക്കാട് തങ്ങൾ. മാത്രമല്ല ആ വിഷയത്തിൽ തങ്ങൾ ഇടപെട്ടത് മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ തോന്നുന്നത്? തങ്ങൾ ഇടപെട്ടത് മുഖ്യമന്ത്രിക്ക് ഇത് പരിഹരിക്കാമായിരുന്നു. ഒരു മാസം മുമ്പ് തന്നെ ഈ വിഷയമൊന്നും ഇത്ര വഷളാവുമായിരുന്നില്ല. അന്നേരം തന്നെ ഈ സമരക്കാരെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു ഏറ്റവും ഒടുവിൽ പറഞ്ഞത് അന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ വഷളാവുമായിരുന്നില്ലല്ലോ. ഇത് മുസ്ലിം സംഘടനകൾ പറഞ്ഞതിന് ശേഷമാണ്, അതിനും 10 ദിവസം കഴിഞ്ഞിട്ടാണ് അവരെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്. അഭിലാഷിനൊപ്പം ആർ ശ്രീജിത്ത്, 24 പാലക്കാട്.